ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് 3-4 ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമൻ നാരായണീയം ദശകം 78, രേവതി പരിണയം, രുക്മിണിയുടെ പ്രാർത്ഥന, ശ്ലോകം 3. അഥ വിദർഭസുതാം ഖലു രുക്മിണീം പ്രണയിനീം ത്വയി ദേവ സഹോദര സ്വയമദിത്സത ചേതി മഹീഭുജേ സ്വതമസാ തമസാധുമുപാശ്രയൻ. നമുക്ക് ഈ ശ്ലോകത്തിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. അഥ വിദർഭ സുതാം ഖലു രുക്മിണീം പ്രണയിനീം ത്വയി ദേവ സഹോദര സ്വയം അതിതത്സത ചേതി മഹീഭുജേ സ്വതമസാ തം അസാധും ഉപാശ്രയൻ. അർത്ഥം: അഥ അനന്തരം ദേവനാഥ ത്വയി അങ്ങിൽ, പ്രണയിനീം പ്രണയമുള്ള, വിദർഭസുതാം വിദർഭരാജാവായ ഭീഷ്മകന്റെ പുത്രിയായ, രുക്മിണീം രുക്മിണിയെ, സഹോദര സഹോദരനായ രുക്മി, സ്വതമസ തൻ്റെ അജ്ഞാനം കൊണ്ട്, അസാധും സജ്ജനമല്ലാത്തവനായ, തം ശിശുപാലനെ, ഉപാശ്രയൻ ആശ്രയിക്കുന്നവനായിട്ട്, ചേതി മഹീഭുജേ ചേതി രാജാവായ ശിശുപാലനായിക്കൊണ്ട്, സ്വയം തന്നെത്താനെ, അതിത്സത ഖലു നൽകാൻ ആഗ്രഹിച്ചു. നമുക്ക് ഈ ശ്ലോകത്തിലെ അക്ഷരങ്ങളും അതേപോലെ എങ്ങനെ ചൊല്ലാമെന്ന് നോക്കാം. അഥ ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. വിദർഭ ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയാനുള്ളതാണ്. സുതാം നീട്ടിയിട്ട് മുറുക്കം, ഖലു ഖ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയാനുള്ളതാണ്. രുക്മിണീം രുക്മിണീം പ്രണയിനീം ത്വയി ദേവ അവിടെ നിന്ന് മെല്ലെ നിർത്തണം. സഹോദര അവിടെ വിസർഗം. സ്വയം അതിത്സത ചേർത്തിട്ട് സ്വയം അതിത്സത ത് സ എന്നാണ് സ എന്നുള്ളത്. ചേതി മഹീഭുജേ ഭു എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയാനുള്ളതാണ്. സ്വതമസ തമസാധുമുപാശ്രയൻ. തം അസാധുമുപാശ്രയൻ അത് ചേർത്തിട്ടാണ് തമസാധുമുപാശ്രയൻ. ധു എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയാനുള്ളതാണ്. അഥ വിദർഭസുതാം ഖലു രുക്മിണീം പ്രണയിനീം ത്വയി ദേവ സഹോദര സ്വയമദിത്സത ചേതി മഹീഭുജേ സ്വതമസാ തമസാധുമുപാശ്രയൻ. അടുത്തത് 4-ാമത്തെ ശ്ലോകം. ചിരധൃത പ്രണയാ ത്വയി ബാലിക സപദി കാംക്ഷിത ഭംഗ സമാകുല തവ നിവേദയിതും ദ്വിജമാദിശത് സ്വകഥനം കഥനംഗവിനിർമ്മിതം. നമുക്ക് ഈ ശ്ലോകത്തിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. ചിരധൃത പ്രണയാ ത്വയി ബാലിക സപദി കാംക്ഷിത ഭംഗ സമാകുല തവ നിവേദയിതും ദ്വിജം ആദിശത് സ്വകഥനം കഥൻ അംഗ വിനിർമ്മിതം. അർത്ഥം: ത്വയി അങ്ങയിൽ, ചിരധൃത പ്രണയ വളരെ കാലമായി ഉള്ളിൽ വഹിക്കുന്ന പ്രണയത്തോടു കൂടിയവളായ, ബാലിക ബാലികയായ രുക്മിണി, സപതി പെട്ടെന്നു തന്നെ, കാംക്ഷിത ഭംഗ സമാകുല ആഗ്രഹത്തിനു തടസ്സം നേരിട്ടതിൽ ദുഃഖിതയായി, കഥനംഗവിനിർമ്മിതം കൊള്ളരുതാത്ത കാമദേവൻ വരുത്തിവെച്ച, സ്വകഥനം തൻ്റെ ദുഃഖം, തവ അങ്ങയുടെ മുമ്പിൽ, നിവേദയിതും അറിയിക്കുന്നതിനു വേണ്ടി, ദ്വിജം ബ്രാഹ്മണനെ, ആദിശത് പറഞ്ഞുവിട്ടു. നമുക്ക് ഈ ശ്ലോകത്തിലെ വാക്കുകളിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം എങ്ങനെ ചൊല്ലാന്നും.
ചിരധൃത പ്രണയ ധൃത ധൃ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ത്വയി ത്വ നവള ചിഹ്നം ശ്രദ്ധിച്ചോളൂ. ബാലിക ബ എന്നുള്ളത് മൃദുവായിട്ട് പറഞ്ഞാൽ മതി. സപതി കാംക്ഷിത ക്ഷി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ഭംഗ സമാകുല ഭംഗ ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. തവ നിവേദയിതും ദ്വിജമാദിശത് ദ്വിജം ആദിശത് ചേർത്തിട്ടാണ് ദ്വിജമാദിശത്. ദ്വി നവള ചിഹ്നം വള്ളി അതൊക്കെ ശ്രദ്ധിച്ചോളൂ. സ്വകഥനം ഇവിടെയും സ്വ നവള ചിഹ്നം. കഥനങ്ക വിനിർമ്മിതം കഥനങ്ക വിനിർമ്മിതം നിർമ്മിതം മി രണ്ട് മാന്നുണ്ട് മെല്ലെന്ന് ഊന്നി പറഞ്ഞാൽ മതി. നിർമ്മിതം അങ്ങനെ നിർത്താം. ചിരധൃത പ്രണയ ത്വയി ബാലിക സപതി കാംക്ഷിത ഭംഗ സമാകുല തവ നിവേദയിതും ദ്വിജമാദിശത് സ്വകഥനം കഥനങ്ക വിനിർമ്മിതം. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.